ഇതിന്റെ കളറടി ഫ്ലക്സിംഗ് ആണ്. ഞങ്ങള് അതൊരു കോൺസെപ്റ്റ് ഓരോന്നില്ലേ അത് സർവീസ് അപ്പൊ അത് വിൽക്കട്ടോ. ആൾക്കാര് പറയുന്നത് റോസ് വന്ന് കൊടുക്കലും റോസ് കൊടുക്കലും മറ്റേ ഇല്ല, ഞാനാണെങ്കിൽ ഇവിടെ പോയില്ലേ, ഇവിടെ മറ്റേ പാർട്ടിക്ക് ഇന്നലെ പോയില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു എനിക്ക് ആ ഉറുമ്പ് വരും. ഞാൻ പറഞ്ഞു തരാലോ, എന്താ എനിക്ക് വേറെ വണ്ടി എടുക്കണമെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കൊടുത്തു. ഞാൻ വണ്ടി എടുക്കുമ്പോ എനിക്കൊരു മക്ലാരൻ എടുക്കണോന്നുണ്ട്. ഒരുത്തും വരുന്നു എപ്പോഴും തൊട്ടാലും സ്റ്റോക്ക് എടുത്തിട്ട് പുതിയ കേട്ടോ കളറ് അനുവിന്റെ കളറൊന്നും ചെയ്യട്ടെ. ബ്ലാക്കിന്റെ എന്താ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അതിന്റെ കളർ പറ്റിയതായിട്ടുണ്ട്. പറ്റിയതാക്കി പൈപ്പച്ചി ബുഗാട്ടി വെച്ചാൽ താല്പര്യമില്ല. അടുത്ത ഇവിടെ വെച്ച് നമ്മുടെ ഇല്ലേ പുതിയ വല്ല വണ്ടി വിളിക്കില്ല. അത് എങ്ങനെയാണെങ്കിൽ വെക്കും. ചെറുതോട് ലെപ്പൊടി പെട്ടെന്ന് വെക്കേണ്ട വയ്ക്കാം. ചിലപ്പോ ഇങ്ങോട്ട് ഉളവില് വെക്കുന്ന കാര്യം ചിലപ്പോ എപ്പോഴും പുതിയ കാർ എടുക്കും. ഏതാണെന്ന് പറയുന്നത് മെക്ലാരൻ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മള് ഈ ലെപ്പൊടിയിൽ വെക്കാൻ പറ്റും. വണ്ടി കാണാൻ പറ്റിയിട്ട് ഇങ്ങനെ നമ്മൾ ജപ്പാനിൽ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഈ ബുഗാട്ടി ഇമ്പോർട്ട് ചെയ്ത്
നമ്മള് നിങ്ങളെ വണ്ടി ഇവിടെ എടുക്കുക കേരളത്തിൽ ഇന്ത്യയിൽ നമ്മൾക്കപ്പം ഇതാണ് എന്റെ വണ്ടി ബ്ലാക്ക് ബ്ലാക്ക് കളർ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് വളർന്നില്ല വേറെ വ്യത്യാസമില്ല കളറാണ് ഓ കുട്ടികളൊക്കെ എന്റെ ഫേവറേറ്റ് ഉണ്ട് ഫേവറേറ്റ് ഏറ്റവും എന്റെ ഫോർച്യൂണർ ഫോർച്യൂണർ എടുത്തിട്ടുണ്ട് എസ്റ്റിമേറ്റ് വന്നിട്ടുണ്ട് ഫോർച്യൂണർ ഫോർച്യൂണർ അത് ഞാനാണെങ്കിലും എന്റെ അച്ഛൻ്റെ ഡിഗ്രി പിന്നെ ആ വണ്ടി എന്റെ ഫ്രണ്ടിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് വെറുതെ ഇങ്ങനെ പറയുന്നതാണ് ഞാൻ എന്റെ ഫ്രണ്ടിനെ എത്തിച്ചിട്ടുണ്ട് ഫോർച്യൂണർ അത് കൊടുക്കത്തൊന്നുമില്ല വിറ്റിട്ടു നമ്മൾ ചേർത്തന്നെ ഇങ്ങനെ വിൽക്കത്തൊന്നുമില്ല ഫോർച്യൂണറില്ലേ വിൽക്കത്ത് പോലും ഫേവറേറ്റ് ആഗ്രഹമുണ്ട് ജോലി ഒരിക്കലും കൊടുക്കാൻ പാടില്ല കുറെ നാൾ ഫേസ് ചെയ്തുണ്ട് സ്ഥലത്തിന് പിന്നെ എന്റെ വീട്ടിലൊക്കെ ഉണ്ടായി എനിക്ക് ഇതിലൂടെ ഉണ്ടല്ലോ ഒരു R5 ഉണ്ട് R5 അതിന്റെ R5 ആദ്യമേ അതേ വണ്ടിയാണെങ്കിൽ ഓ നിങ്ങൾക്ക് മറ്റേ മാത്രമല്ല വേറെ കളിക്കരുത് വണ്ടി ഏതാണോ ഇന്ത്യയുടെ സൂപ്പർ എക്സ് ആണ് സൂപ്പർ എക്സ് ആണ് സൂപ്പർ എക്സ് ആണ് ഇന്ത്യയുടെ സൂപ്പർ എക്സ്
മകനെ മേടിക്കാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എടുക്കാറുള്ളൂ പട്ടി തന്നെ എടാ ആടെ വിളിച്ച ഓ നിന്റെ വീട്ടിൽ വരെ ഇരിക്കുവായിരുന്നു
എന്റെ വീട്ടിൽ ഒരേ വീട്ടിലോട്ട് എന്റെ